to Isha's kitchen. തേങ്ങയുടെ പൊങ്ങോണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല മൂപ്പുള്ള തേങ്ങ അതിന്റെ വെള്ളമൊക്കെ വറ്റി മുളച്ച് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള പൊങ്ങ് കിട്ടുക. അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 പൊങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് തണ്ണിമത്തൻ, ഒരു ചെറിയ തക്കാളി, ഒരു കുക്കുംബർ, കുറച്ച് ഉണക്കമുന്തിരി. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പൊങ്ങെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ സാലഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് പൊങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു മധുരവും എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് തണ്ണിമത്തനും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ സാലഡിൽ തണ്ണിമത്തനും ഉണക്കമുന്തിരിയൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. പൊങ്ങ് കുറച്ചധികം കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കുക്കുംബർ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് തൊലിക്ക് കുറച്ചൊരു കട്ടി കൂടുതലായതുകൊണ്ട് ടേസ്റ്റ് ഇല്ല കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഉണക്കമുന്തിരി എടുക്കുന്നുണ്ട്. അത് കുരുയില്ലാത്ത കറുപ്പ് ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ എടുത്തിട്ടുള്ള തക്കാളിയും കൂടി നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ സാലഡിനുള്ള എല്ലാ വെജിറ്റബിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇതൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒലീവ് ഓയിലാണ്. അത് ഏകദേശം 1 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണിത്. അപ്പം ഞാൻ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചെറിയൊരു മധുരവും എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സാലഡ് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.